മക്കളെ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇത് സാറാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് +2 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബാച്ചിലെ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, അക്കൗണ്ടൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയായിട്ട് ലൈവായിട്ട് നമ്മൾ പഠിച്ചു. ബിസിനസ്സും അതുപോലെ തന്നെ എക്കണോമിക്സും നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ തന്നെ കഴിയും. തൊട്ടടുത്ത ദിവസം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവുകയാണ് ഓരോ സബ്ജക്റ്റും, അല്ലേ? യെസ്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ കഴിഞ്ഞ ദിവസം മക്കളെ എക്സാമുകൾ അറ്റൻഡ് ചെയ്തു. റെഡി? യെസ്. അപ്പോൾ എന്താണ്, അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ എന്താക്കുക, +2 നമുക്ക് സെറ്റ് ആക്കാം. റെഡി? യെസ്. അപ്പോൾ എന്താണ്, നമ്മൾ ആദ്യം അക്കൗണ്ടൻസിയിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്റർ നമ്മളെ പാർട്ണർഷിപ്പിനെ കുറിച്ചായിരുന്നു, അല്ലെ? പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ പാർട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചാണ്, അല്ലെ? അപ്പോൾ മക്കൾ പഠിച്ച കാര്യമാണ്, എങ്കിലും നമുക്ക് എന്താക്കാം, ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാം എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്, അല്ലെ? യെസ്. അപ്പോൾ പറഞ്ഞോളൂ, എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? നമ്മൾ കൃത്യമായിട്ട് എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് പാർട്ണർഷിപ്പിനെ കുറിച്ചാണ്, അല്ലെ? എന്താണ് പാർട്ണർഷിപ്പ്? എന്താണ് പാർട്ണർഷിപ്പ്? രണ്ടോ അതിലധികമോ വ്യക്തികൾ എന്താണ് കൂടിച്ചേർന്ന് അവര് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, പാർട്ണർഷിപ്പ് എന്ന് പറയാ, അല്ലെ? അപ്പൊ ഇങ്ങനെ രണ്ടോ അതിലധികമോ വ്യക്തികൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്ത് ഉണ്ടാവും? ആ വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, അല്ലെ? ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാ, അല്ലെ? പക്ഷെ എന്താണ്, എല്ലാ എഗ്രിമെന്റിനും നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ ഏത് ടൈപ്പ് എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാ, അല്ലെ? രണ്ട് ടൈപ്പ് എഗ്രിമെന്റ് ഉണ്ട്. ഒന്ന് ഓറലി ആണ്, അല്ലെ? എന്താ, വാക്കാലുള്ള എഗ്രിമെന്റ് ഉണ്ടാവും പാർട്ട്നേഴ്സ് തമ്മിൽ, അല്ലെ? യെസ്. അവർ എത്ര പ്രോഫിറ്റ് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ ഒരു പാർട്ണർഷിപ്പിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ട റൂൾസ്, കാര്യങ്ങൾ എന്നുള്ളത് അവർ ചിലപ്പോൾ എന്താ വാക്കാലെ ആയിരിക്കും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവുക, അല്ലെ? യെസ്. അപ്പം അതിന് നമ്മൾ എന്ത് പറയാം? യെസ്, ഒരു ഓറൽ എഗ്രിമെന്റ് എന്ന് പറയാം, അല്ലെ? അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എങ്ങനെ ഉണ്ടാവും? റിട്ടേൺ ഫോമിൽ ഉണ്ടാവും, അല്ലെ? അവർ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ആ ഒരു ഫോർമാറ്റിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, അല്ലെ? യെസ്. അപ്പൊ എന്താണ്, അത്തരത്തിൽ എന്താണ് റിട്ടേൺ എഗ്രിമെന്റിനെ നമ്മൾ എന്ത് പറയാ, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാ, അല്ലെ? എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്, അല്ലെ? റിട്ടേൺ ഫോം ഓഫ് എൻ എഗ്രിമെന്റ് ആണ് എന്തെന്ന് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞത്, അല്ലെ? ദ എഗ്രിമെന്റ് ഫോം ദ ബേസ് ഓഫ് പാർട്ണർഷിപ്പ്. ദ റിട്ടേൺ ഫോം ഓഫ് ദ എഗ്രിമെന്റ് is a document of partnership, അല്ലെ? എന്താണ്, നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെന്റിന്റെ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മളെ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്, അല്ലെ? ഇറ്റ് കണ്ടെയ്ൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് ദി ബിസിനസ്, അല്ലെ? ആ ഒരു ബിസിനസ്സിൽ അവരെങ്ങനെ എന്ത് ഫോളോ ചെയ്യണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കാര്യങ്ങൾ, അല്ലെ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് എന്തിലുണ്ടാവുക, ഈ ഒരു എഗ്രിമെന്റിൽ ഉണ്ടാവുക. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ദെൻ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന്, കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്, അല്ലെ? കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അത് നമുക്ക് മനസ്സിലാവും, അല്ലെ? എന്തായിരിക്കും കണ്ടന്റ്, എന്തൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ്, ആ ഒരു പാർട്ണർഷിപ്പുമായി റിലേറ്റ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് എന്തിൽ ഉൾപ്പെട്ടിരിക്കും, ആ ഒരു എഗ്രിമെന്റിൽ, അല്ലെ? ആ ഒരു ഡീഡിൽ ഉൾപ്പെട്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓക്കെ, കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. അതായത് എന്താണ്, A to Z കാര്യങ്ങൾ, ആ ഒരു പാർട്ണർഷിപ്പിന്റെ A to Z കാര്യങ്ങൾ. അവിടെ തന്നെ മക്കൾ ശ്രദ്ധിച്ചോ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ണേഴ്സ്, പിന്നെയോ നാച്ചർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് പാർട്ണർ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പിന്നെയോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും. ദെൻ അതേപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഡ്രോയിങ്സ് ഓഫ് പാർട്ണേഴ്സ്, അതിന്റെ ഇൻട്രസ്റ്റ്, പിന്നെയോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയാലും മറ്റെല്ലാ കാര്യങ്ങളും. ഇതുപോലെ എന്താണ്, നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓരോ കാര്യങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയാ, പാർട്ണർഷിപ്പിന്റെ ഡീഡിന്റെ കോണ്ടന്റ്സ് എന്ന് പറയാം. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്നത്. കൃത്യമായി ഓർത്ത് വെക്കേണ്ട കാര്യമാണ് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് അതിന്റെ കണ്ടന്റ്സുകൾ എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.